ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും നമ്മൾ വീട്ടിൽ വാങ്ങുന്ന റേഷൻ അരിക്കകത്ത് വെളുത്ത നിറത്തിലുള്ള അരിമണികൾ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് കാണുന്ന സമയത്ത് പല വീട്ടമ്മമാരും ശപിച്ചുകൊണ്ടായിരിക്കും, ഇത്രയും കേടായിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള റേഷൻ അരി ആണല്ലോ നമ്മൾ വാങ്ങേണ്ടത്, കണ്ടോ പുഴുക്ക് തേറ്റിട്ടുള്ള വെളുത്ത അരിമണികൾ കിടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇവരിത് മെനക്കെട്ടിരുന്ന് പറക്കിയെടുത്ത് കളഞ്ഞിട്ടാണ് ബാക്കി പാകം ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അരിയുടെ ക്വാളിറ്റി കുറവാണ് ഇത്തരത്തിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിക്കകത്ത് കിടക്കുന്ന വെളുത്ത അരിമണി എന്നാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ സത്യം മനസ്സിലാക്കുക, ഇത് ഈ അരിക്കകത്തുള്ളത് നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ അരിയല്ല, പകരം നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഗുണകരമാകുന്നതിന് വേണ്ടി വൈറ്റമിൻസ് കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെളുത്ത അരിമണികളാണ് നമ്മൾ വാങ്ങുന്ന റേഷൻ അരിക്കകത്ത് കാണുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 2019 മുതൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത്. റേഷനരിയിൽ കിടക്കുന്ന ഈ വെളുത്ത അരിമണികളെ FRK ഫോർട്ടിഫൈഡ് റൈസ് കേണൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്കകത്ത് പ്രധാനമായിട്ടും 3 വൈറ്റമിൻസ് ആണ് ഉള്ളത്. അയൺ, ഫോലിക് ആസിഡ്, വൈറ്റമിൻ B12 ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും കൂടാതെ സിങ്ക്, വൈറ്റമിൻ A, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് പോലുള്ളവ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, നമ്മൾ ഈ വെളുത്ത അരിമണികൾ വെള്ളത്തിലിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവ കുതിർന്ന് പൊങ്ങിക്കിടക്കത്തില്ലേ? ഇതിനകത്ത് നമ്മൾ ഈ അരി നേരിട്ടല്ലല്ലോ കഴിക്കുന്നത്, ചോറാക്കിയല്ലേ കഴിക്കുന്നത്, ഇങ്ങനെ അരി തിളപ്പിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള വൈറ്റമിൻസ് പോകത്തില്ലേ എന്നൊക്കെ സംശയം തോന്നും. യഥാർത്ഥത്തിൽ ഇങ്ങനെ അരി തിളപ്പിച്ച് ചോറാക്കുന്ന സമയത്ത് വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ആദ്യം ഈ അരിമണികളെ 70 ഡിഗ്രി വരെ ചൂടാക്കുന്നു. ഇങ്ങനെ ചൂടായിട്ടുള്ള റൈസ് മണികൾക്കകത്താണ് വൈറ്റമിൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഈ മിശ്രണം സ്പ്രേ ചെയ്ത് FRK ഉണ്ടാക്കുന്നത്, അതായത് ഫോർട്ടിഫൈഡ് റൈസ് കേണൽസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. 70 ഡിഗ്രിയോളം ചൂടാക്കുന്ന സമയത്ത് ഇവയ്ക്കകത്ത് ചെറിയ വിണ്ട് കീറലുകൾ വരികയും വൈറ്റമിൻസ് ഇവയുടെ ഉള്ളിലേക്ക് മാറുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ വൈറ്റമിൻസിനകത്ത് വൈറ്റമിൻ A മാത്രം പലപ്പോഴും നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ബാക്കിയുള്ള വൈറ്റമിൻസ്, അതായത് അയൺ, ഫോലിക് ആസിഡ്, വൈറ്റമിൻ B12 എന്നിവ കൃത്യമായിട്ട് ഈ അരിക്കകത്ത് അടങ്ങിയിട്ടുണ്ടാവും. 1 കിലോയ്ക്കകത്ത് ഏകദേശം 10 ഗ്രാം എന്ന ലെവലിലാണ് നമ്മുടെ റേഷനിങ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്തേക്ക് ഫോർട്ടിഫൈഡ് റൈസ് കേണൽസിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. പ്രധാനമായിട്ടും ഇവ നടപ്പാക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക്, കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ കിട്ടണം. നിങ്ങൾക്കറിയാവോ, ലോകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് റേഷനിങ് സംവിധാനം നടപ്പാക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. എത്രത്തോളം ബൃഹത്താണ്, എത്രത്തോളം കോടി ജനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ എല്ലായിടത്തും എത്തുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കി 2019 മുതൽ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന റേഷനറിയിൽ ഈ വെളുത്ത അരിമണികൾ കിടക്കുന്നത്. നമ്മളിവ പാകം ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ എയുടെ അളവ് മാത്രമേ കുറയത്തുള്ളൂ, ബാക്കി വൈറ്റമിൻസ് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് കഞ്ഞിവെള്ളത്തിനകത്തെല്ലാം ധാരാളമായിട്ട്, റേഷനറിയുടെ കഞ്ഞിവെള്ളം കളയരുത്, അവയ്ക്കകത്ത് ഈ വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മസിൽസിന് പ്രോബ്ലം, ഇപ്പോൾ നോൺ വെജ് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഇറച്ചി, മീൻ, മുട്ട കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി കോംപ്ലക്സ് വൈറ്റമിൻസിന്റെ, പ്രത്യേകിച്ച് B12 വൈറ്റമിൻസിന്റെ വലിയ തോതിൽ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഈ വൈറ്റമിൻ B12 എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നത്. കൂടാതെ അയണും ഫോലിക് ആസിഡും ആഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് വിളർച്ചയാണ്. 10 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് വിളർച്ച, അനീമിയ ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ അവരുടെ ശരീരത്തിനെ ബാധിക്കും, അടുത്ത തലമുറ വരുന്നതിന് വരെ അത് ബാധിച്ചു എന്ന് വരാം. ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിനാണ് നമ്മുടെ രാജ്യത്ത് എഫക്റ്റീവായിട്ട് നടപ്പാക്കുന്നത്. പല മലയാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് റേഷനറി എന്ന് പറഞ്ഞാൽ നാറ്റമുള്ള അരി അവർക്ക് പുച്ഛമാണ്. ഇങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ റേഷനിൽ കിട്ടുന്ന അരി നമ്മളിന്ന് പബ്ലിക് മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിന് അത്രയും ക്വാളിറ്റി ഉള്ള അരിയുമാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ ശരീരത്തിലെ ഈ വൈറ്റമിനുകൾ, മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ അത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ റേഷനറി വാങ്ങണം. നിങ്ങൾ വാങ്ങി ഇത്തരത്തിൽ ചോറ് വെച്ച് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയോ ചെയ്യണം. അത് ഇത്തരത്തിലുള്ള വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും കിട്ടുന്നതിനും നമ്മുടെ സമൂഹത്തിൽ ഈ റേഷനിങ് സംവിധാനം എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വൈറ്റ് റൈസുകൾ ഇനി കളയരുത്. നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യുക. കളയേണ്ടതല്ല, റേഷനറി ഉപയോഗിക്കാനുള്ളതാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഉറപ്പായിട്ടും എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കണം. നമ്മുടെ റേഷനിങ് സംവിധാനം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക, വിളർച്ച പോലുള്ള രോഗങ്ങളെ തടയുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.